മൊത്തത്തിൽ ഫ്ലോപ്പ് ആവേണ്ട എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു. അടിപൊളിയാ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാ. പറയേണ്ടത് എത്ര പടങ്ങൾ കണ്ണൂർ സ്ക്വാഡിന് എനിക്കൊന്ന് ഞാൻ ഇതേ ആൾ വന്ന് വീഡിയോ പറഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പടം, സൂപ്പർ പടം, പ്രതീക്ഷിനേക്കാളും അടിപൊളിയായി. അടിപൊളി പടം ചേട്ടാ, അടിപൊളി. നല്ല സിനിമ, നല്ല സിനിമ, സത്യമായിട്ടും കൊള്ളാം. പടത്തെക്കുറിച്ച് നല്ല ആക്ടിങ് ആയിരുന്നു, പൊളി, നൈസ്. ഒരു ഡയറക്ടർ ബ്രില്യൻ സിനിമ. പിന്നെ തിലകനാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, തിലകനെ പറ്റിയ റോളായിരുന്നു. സിനിമ നല്ല രസമുണ്ടായിരുന്നു. സിനിമ കുഴപ്പമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിലും കൂടി നല്ല രീതിയിൽ തന്നെ എടുത്തിരിക്കണത്. എന്തെങ്കിലും കാണാൻ തരും. എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ആക്ടിങ് അടിപൊളിയാ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാ. അർജുൻ അശോകൻ ഒരു രക്ഷയില്ല. എടുത്തു പറയാൻ ഇതുവരെ കാണാത്ത മമ്മൂക്കയുടെ വേറെ രീതിയിലുള്ള റോള്. നല്ല അതിൻ്റെ ക്യാമറ വർക്ക് അടിപൊളിയാണ്, ഡയറക്ഷൻ കൊള്ളാം, നല്ല പടം. കൊള്ളാം. മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടിംഗ് ആണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഹൊറർ ചിത്രമാണ്. ഞെട്ടിച്ചു, മഹാവിജയം തന്നെയാണ്. കൊള്ളാം, മൂവി കൊള്ളാം. ഒരു ആവറേജ്, എബോവ് ആവറേജ് ആണ്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. പിന്നെ അഭിനയിച്ച് നടത്തുന്നുണ്ട്, പക്ഷെ ഒരു അവാർഡ് മൂവിയാണ്, അവാർഡ് വിന്നിങ് മൂവി ആയിരിക്കും. പക്ഷെ അഭിനയം അടിപൊളിയായിരുന്നു, സൂപ്പർ. മമ്മൂട്ടിയുടെ മുഖചേഷ്ടകളൊക്കെ വ്യത്യസ്തമാണ്, ഇതുവരെ കാണാത്തത്. മമ്മൂട്ടി വേറെ ലെവല്, ഒന്നും പറയാനില്ല. വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ വിഷയം പടം, സൂപ്പർ പടം, ഒന്നും പറയാനില്ല. പുള്ളിയുടെ പ്രീവിയസ് വർക്ക് പോലെ തന്നെ ഭയങ്കര അറ്റ്മോസ്ഫിയറിക്കാണ് സിനിമ. ആൻഡ് ഒരുപാടൊന്നും ജംപ് സ്കെയറിൽ റിലേ ചെയ്യണില്ല. മോസ്റ്റ്ലി ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് തന്നെ അവർ ഈ ഒരു A24 സിനിമകളൊക്കെ പോലെ പറഞ്ഞു പോയിട്ടുണ്ട്. അടിപൊളി മൂവിയാണ്. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ മമ്മൂട്ടിയുടെ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമാണ്, കൊള്ളാം. എന്ന് വെച്ചാൽ BGM ആണ് ഏറ്റവും പൊളിയായിട്ടിരിക്കുന്നത്. BGM ആണ് നമുക്ക് എടുത്ത് അറിയുന്നത്. പിന്നെ ആർട്ട് ഡയറക്ഷനൊക്കെ പൊളിയാണ്. പിന്നെ സൗണ്ടൊക്കെ നല്ല, മൊത്തത്തിൽ കൊള്ളാം. പ്രത്യേകിച്ച് മമ്മൂട്ടി അഭിനയം പിന്നെ പറയണ്ടല്ലോ, നൈസായിട്ടുണ്ട്. ഞാൻ പറയാം, ഏറ്റവും എടുത്തു പറയേണ്ട BGM ആർട്ട് ഡയറക്ഷനോ, രണ്ട് സൂപ്പറാണ്. ഗംഭീര വർക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാനൊന്നും ഇതുവരെ ഒരു സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയി കണ്ടിട്ടില്ല. പിന്നെ ആസ് യൂഷ്വൽ മമ്മൂട്ടി, എന്തൊരു പെർഫോമൻസാണ് പുള്ളി, ഭയങ്കര പെർഫോമൻസാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറയേണ്ടത് എത്ര പടങ്ങൾ കണ്ണൂർ സ്ക്വാഡിന് എനിക്കൊന്ന് ഞാൻ ഇതേ ആൾ വന്ന് വീഡിയോ പറഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി അങ്ങനെയാണ്, പുള്ളി ഭയങ്കര ലെവലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരമാണ്. മ്യൂസിക് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും നല്ല രസത്തിലാണ് പടം ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയി കാണണം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ ആ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സിനിമയാണ്. മൊത്തത്തിൽ ഫ്ലോപ്പ് ആവേണ്ട എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു. അത് മേക്കിങ്ങിൻ്റെ ഒറ്റ ഇതുകൊണ്ട് വളരെ മികച്ച രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. അതിൽ ആക്ടിങ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് തോന്നിയത്. വളരെ നല്ലൊരു സിനിമ, കണ്ടിരിക്കാൻ പറ്റിയൊരു ഫാൻറ്റസി പടത്തിൽ നല്ല രീതിക്ക് മേക്ക് ചെയ്തെടുത്ത ഒരു നല്ലൊരു, നമുക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു പടമാണ്.